Sweet and salt like സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്ക. ഒരു 1/2 കിലോ ചിക്കൻ, സവാള. ഇത് ഞാൻ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് നീട്ടി അരിഞ്ഞ് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇടാം. ഇതിന് ശേഷം നമ്മൾ ഇടുന്ന ആണ്, അതുകൊണ്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി. 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല, രണ്ട് 3 തണ്ട് കരിയാപ്പില, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതിനഞ്ചല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തതായി നമ്മൾ മുമ്പേ ഉള്ളി വറുത്ത് വെച്ച എണ്ണയുണ്ടല്ലോ, ആ എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെയും അത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചൂട് എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ 2 സവാള അത് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയിരിക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു 3 തക്കാളി പേസ്റ്റ് ആക്കി വെച്ചത് ഒഴിക്കുകയാണ്. ഇപ്പം നമ്മുടെ തക്കാളി ഉള്ളി നന്നായിട്ട് വഴണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല നമ്മൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ശകല, ഒരു നുള്ളിട്ട് കൊടുത്താലും മതി. ഇച്ചിരി മുളക് പൊടി, നമ്മൾ ആവശ്യത്തിനുള്ള എരിവ് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇഡ്ഡലിയിലും കുഴപ്പമില്ല മുളക് പൊടി, ഇഡ്ഡലിയിലും കുഴപ്പമില്ല. ഓൾറെഡി നമ്മൾ ചിക്കനിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി മല്ലിപ്പൊടി, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയും കൂടി നന്നായിട്ടൊന്ന് വേകുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട, കാരണം ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ട് വരും. നമുക്കിപ്പോഴത്തെ കാലത്ത് ക്ലോസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം, കാരണം ഭയങ്കര ഡ്രൈ ആവാൻ പാടില്ല. ഇത് നന്നായിട്ട് വേകണം, അതിനും കൂടി ആണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. 1/2 കിലോ ചിക്കൻ എല്ലാം എടുത്തപ്പോൾ അധികം വെള്ളം വേണമെന്നില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും റൈസിൻ്റെ കൂടെ ആണെങ്കിലും, ഘീ റൈസ് അല്ലെങ്കിൽ പുലാവ്